കേരള സർവകലാശാല യുവജനോത്സവത്തിൽ കോഴ ആരോപണം നേരിട്ട വിധികർത്താവിനും യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറിയിൽ നേരിടേണ്ടി വന്നത് നേതാക്കന്മാരുടെ ക്രൂരമർദ്ദനമെന്ന റിപ്പോർട്ട്. കേരള സർവകലാശാല യുവജനോത്സവത്തിൽ കോഴ ആരോപണം നേരിട്ട വിധികർത്താവിന്റെ മരണത്തിന് ഇതോടെ SFI നേതൃത്വം മറുപടി പറയേണ്ടി വരും. കണ്ണൂർ സൌത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം സദാനന്ദാലയത്തിൽ ഷാജി പൂത്തട്ടയാണ് കിടപ്പുമുറിയിൽ കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷാജിയുടെ ആത്മഹത്യാക്കുറിപ്പും കണ്ടെടുത്തിരുന്നു. ഷാജിയെ യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറിയിൽ കയറ്റിയ SFIക്കാർ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. തുടർന്നാണ് കൈക്കൂലി വാങ്ങി മത്സരവിധി നിർണയിച്ചു എന്ന് പറഞ്ഞ് പോലീസിൽ ഏൽപ്പിച്ചത്. അറസ്റ്റ് ചെയ്ത ഷാജി ഉൾപ്പെടെ 3 പ്രതികളുടെ ജാമ്യത്തിൽ വിട്ടെങ്കിലും മൊഴിയെടുക്കാൻ ഇന്ന് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു. അതിനിടയിലാണ് ഷാജിയുടെ മരണം. താൻ നിരപരാധിയാണെന്നും ഇതുവരെയും പൈസ വാങ്ങിയിട്ടില്ലെന്നും അർഹതപ്പെട്ടതിന് മാത്രമാണ് കൊടുത്തതെന്നും തെറ്റ് ചെയ്യില്ലെന്ന് തന്റെ അമ്മയ്ക്ക് അറിയാമെന്നും ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. ഇതിന് പിന്നിൽ കളിച്ചവരെല്ലാം ദൈവം രക്ഷിക്കട്ടെ എന്നും ഷാജിയുടെ കുറിപ്പിൽ പറയുന്നു. മാർഗം കളി മത്സരവുമായി ബന്ധപ്പെട്ടാണ് കോഴ വിവാദം ഉണ്ടായത്. മാർവാന്യൂസ് കോളേജിനായിരുന്നു 1ാം സമ്മാനം. KSU ഭരിക്കുന്ന കോളേജിന് സമ്മാനം നൽകിയതിൽ SFI ചോദിച്ചു. വിധി നിർണയത്തിന് എതിരെ യൂണിവേഴ്സിറ്റി കോളേജ് അപ്പീലും പരാതിയും നൽകി. തുടർന്ന് സംഘാടക സമിതി അംഗങ്ങളായ SFI നേതാക്കൾ വിധികർത്താക്കളെ യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറിയിലേക്ക് കൊണ്ടുപോയി മർദ്ദിച്ച് അവശരാക്കിയ ശേഷം പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിന് സമീപത്തെ വേദിയിലും പോലീസ് സ്റ്റേഷനിലും ഷാജി ഭയപ്പെട്ടാണ് നിന്നത്. നിരപരാധികളായ തങ്ങളെ കേസിൽ കുടുക്കിയതാണെന്ന് അറസ്റ്റിലായവർ പറഞ്ഞിരുന്നു. മത്സരഫലം അനുകൂലമാക്കി കൊടുക്കണമെന്നാവശ്യപ്പെട്ട് SFI നേതാക്കൾ ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജ് ടീമിന് കൊടുക്കണം എന്നായിരുന്നു അവരുടെ ആവശ്യം. പക്ഷേ ഷാജി വഴങ്ങിയില്ല. ജാമ്യത്തിൽ വിട്ടതിനെ തുടർന്ന് വീട്ടിലെത്തിയ ഷാജി മനപ്രയാസം ബന്ധുക്കളെ അറിയിച്ചിരുന്നതായാണ് വിവരങ്ങൾ. ഷാജിക്കെതിരെയുള്ള കൈക്കൂലി ആരോപണം വാസ്തവ വിരുദ്ധമാണെന്നും ചിലർ കുടുക്കിയതാണെന്നും ബന്ധുക്കളും പറഞ്ഞു. നൃത്താധ്യാപകനാണ് ഷാജി. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ വർഷങ്ങളായി പരിശീലിപ്പിക്കുന്നുണ്ട്. കണ്ണൂരിലെ ചെറുകുന്നിൽ സ്ഥാപനം നടത്തിയിരുന്നു. കേരള സർവകലാശാല കലോത്സവത്തിന്റെ തുടക്കം തന്നെ ഒരർത്ഥത്തിൽ വിവാദത്തോടെയായിരുന്നു. SFI ഭരിക്കുന്ന യൂണിയൻ കലോത്സവത്തിന് ഇന്തിഫാദ എന്ന പേരിട്ടതായിരുന്നു വലിയ പ്രതിഷേധം വിളിച്ചു വരുത്തിയത്. പലസ്തീൻ ഭീകര സംഘടനയായ ഹമാസും മറ്റും മതപരമായ ലക്ഷ്യത്തോടെ ഉപയോഗിക്കുന്ന മുദ്രാവാക്യമായിരുന്നു ഇത്. മുന്നേറ്റം എന്ന അർത്ഥമുള്ള ഈ വാക്ക് ഏറ്റെടുത്ത് വിദ്യാർത്ഥി സമൂഹത്തിൽ കടുത്ത വിഭാഗീയത സൃഷ്ടിക്കുക എന്ന ലക്ഷ്യമാണ് SFIക്കുള്ളത് എന്ന വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. സംഘർഷത്തെ തുടർന്ന് കേരള കലോത്സവം വൈസ് ചാൻസലർക്ക് നിർത്തിവെക്കേണ്ടി വന്നു. തിരുവാതിരക്കളിയുടെ തടഞ്ഞുവെച്ച ഫലം പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് തുടങ്ങിയ പ്രതിഷേധം സംഘർഷത്തിന് വഴിമാറിയതോടെയാണ് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ വൈസ് ചാൻസലർ ഇടപെട്ട് കലോത്സവം നിർത്തിവെച്ചത്. പോലീസ് ഇടപെട്ടിട്ടും സംഘർഷം അവസാനിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് മത്സരങ്ങൾ തീരാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ കലോത്സവം നിർത്തിവെക്കേണ്ടി വന്നത്. കലോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ തന്നെ മത്സരങ്ങളുടെ വിധി നിർണയത്തിൽ അപാകതകൾ ആരോപിച്ചിരുന്നു. പിന്നീട് മാർഗം കളിയുടെ വിധി നിർണയത്തെ ചൊല്ലിയായി തർക്കവും പ്രതിഷേധവും. വിധികർത്താക്കളും ഇടനിലക്കാരും പരിശീലകരും ചേർന്ന് കൈക്കൂലി വാങ്ങി എന്ന ആരോപണം ഉയർന്നതിനെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. മുൻകൂട്ടി ഫലം നിർണയിച്ച ശേഷമാണ് മത്സരം തുടങ്ങിയത് എന്ന പരാതിയും ഉയർന്നിരുന്നു. വിധികർത്താക്കളുടെ മറ്റു മൊബൈൽ ഫോണുകൾ പരിശോധിച്ചു. സർവകലാശാലയ്ക്ക് കീഴിലെ മറ്റൊരു കോളേജിന് മാർഗം കളിക്ക് 1ാം സ്ഥാനം കിട്ടാതിരിക്കാൻ ബോധപൂർവം ഇങ്ങനൊരു പ്രശ്നം കുത്തിപ്പൊക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ സംഘർഷത്തിന് ആക്കം കൂട്ടി. തുടർന്നാണ് എല്ലാ മത്സരങ്ങളും നിർത്തിവെക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.